ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ മോർണിംഗ് റൂട്ടീനെ കുറിച്ചാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നമ്മുടെ ഏജ് ഒക്കെ കഴിയുമ്പോൾ 30 years ഒക്കെ കഴിയുമ്പോൾ നമുക്ക് മോർണിംഗ് റൂട്ടീൻ എന്തായാലും വേണം. അപ്പോൾ ഞാനിത് പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 months ആയി. അതൊക്കെ തുടങ്ങി ഓരോ ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്താണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലെൻസർ എന്താണെന്ന്. എൻ്റെ ഫസ്റ്റ് ഞാൻ എൻ്റെ മോർണിംഗിൽ മുഖം കഴുകുക. ഓക്കെ, ക്ലെൻസിങ്. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് സെറാവയാണ്. സെറാവെ ക്ലെൻസറാണ്. ഇതിൽ പല ടൈപ്പ് സെറാവെ ക്ലെൻസസ് ഉണ്ട്, പല ടൈപ്പ് ക്ലെൻസസ് ഉണ്ട്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് നോർമലി പതയുന്ന ടൈപ്പ് ഓഫ് ക്ലെൻസറാണ്. ഇത് ഓയിലി സ്കിന്നിനുണ്ടാകും. ഇതല്ലാതെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പല ക്ലെൻസസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ സ്കിന്നിനുള്ള ക്ലെൻസസ് ഉണ്ട്, ഏതുകൊണ്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇതിലൊക്കെ നോക്കേണ്ട ഒരു കാര്യം കണ്ടന്റ് എന്താണെന്നാണ്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ടാവും മെജോറിറ്റി. ഇപ്പം ഞാൻ ഇതിൽ നോക്കുമ്പോൾ ഇതിൽ സെറമൈഡ്സ് ഉണ്ട്, നിയാസിനമൈഡ് ഉണ്ട്. അപ്പോൾ ദിസ് ഇസ് ഐഡിയൽ ഫോർ മീ. ഓക്കെ, അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ഫൈൻ. മോർണിംഗ് എനിക്ക് കഴുകുക, മുഖം വൃത്തിയായിട്ട് കഴുകുക. അത് കഴിഞ്ഞ് നമ്മുടെ മുഖമൊക്കെ തുടച്ച് വൃത്തിയായി കഴിയുമ്പോൾ കുറച്ചിട്ട് കഴിയുമ്പോൾ നമ്മൾ മുഖം ഡ്രൈ ഫീൽ വരുവാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ഒരു ടോണർ വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടോണർ. ഇതൊരു മിസ്റ്റാണ്. ഇത് നമുക്ക് കിട്ടും. ഇന്ത്യയിൽ അത് അവൈലബിൾ ആണ്, സഫോറയിലൊക്കെ അവൈലബിൾ ആണ്. ഈവൻ ഫ്ലിപ്കാർട്ടിൽ എനിക്ക് തോന്നുന്നു ബയോസെൻസിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. ഇതല്ലാതെ നിങ്ങൾക്ക് പലതും കിട്ടും കേട്ടോ. പക്ഷേ ഞാനിത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എനിക്കിത് ഇവരുടെ പ്രൊഡക്റ്റ് എനിക്ക് ഒരിക്കലും റിയാക്ഷൻ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ റീപർച്ചേസ് ചെയ്താണ്. ഒരെണ്ണം തീർന്നു, അപ്പം ഞാൻ റീപർച്ചേസ് ചെയ്തു. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ. നമ്മൾ എന്ത് സാധനം എടുക്കുമ്പോഴും നമ്മൾ ആദ്യം എഴുതി വെക്കേണ്ട ഒരു സംഭവമുണ്ട്, നമ്മുടെ എന്നാണ് നമ്മൾ ഇത് വാങ്ങിച്ചതെന്നുള്ളത്. അപ്പം ഞാൻ ജൂൺ എൻഡ് ആയപ്പോഴാണ് വാങ്ങിച്ചത്. അപ്പം ഞാനിത് റീപർച്ചേസ് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നത് ജൂലൈ ഫസ്റ്റ് വീക്കാണ്. അപ്പോൾ തീർന്നിട്ടില്ല, ആദ്യം എന്ന് കുറച്ച് യൂസ് ചെയ്തു. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പാണ്. ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ ആൻറ്റി ഏജിങ് റൂട്ടീനാണ്. അപ്പോൾ ആൻറ്റി ഏജിങ് റൂട്ടീൻ എൻ്റെ സ്കിൻ കെയറിലുള്ളതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കോപ്പർ പെപ്റ്റൈഡാണ്. ഈ കോപ്പർ പെപ്റ്റൈഡ് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ റിങ്കിൾസ് കുറയ്ക്കാനും ഒരു കൊളാജൻ സിന്തസിസിനും ഒക്കെയാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കോപ്പർ പെപ്റ്റൈഡ്. എൻ്റെ കോപ്പർ പെപ്റ്റൈഡ് ബയോ എസൻസിൻ്റെ തന്നെയാണ്. ഞാൻ ബയോ എസൻസിൻ്റെയാണ് മെജോറിറ്റി കാര്യങ്ങൾ മോർണിംഗ് റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എനിക്കിത് സ്ക്വയലൈൻ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ പോസ് ക്ലോഗ് ചെയ്യുന്നില്ല. ഞാൻ ഓയിലി സ്കിന്നാണെന്ന് പറഞ്ഞു, ഈ പിമ്പിൾ പ്രോൺ സ്കിന്നാണ്. പക്ഷെ എന്നാലും ഇതെനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. ഇത് പ്രത്യേകിച്ച് ഇത് ഓയിലിനെസ് കൊണ്ടുവരത്തില്ല കേട്ടോ. ഇത് ഭയങ്കര ഡ്രൈ ഫീലിംഗ് ആണ്. എന്നാൽ അതിനുള്ളിൽ സ്ക്വയലൈൻ ഉണ്ട് താനും. അപ്പോൾ ഇത് കോപ്പർ പെപ്റ്റൈഡ്. ഈ കോപ്പർ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ കോപ്പറിൻ്റെ കളർ അറിയാമല്ലോ, നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടില്ല, നീല കളർ. അതുപോലെ ഒരു സ്ലൈറ്റ് ഒരു സ്ലൈറ്റ് ഒരു ബ്ലൂ ടെൻ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കോപ്പർ പെപ്റ്റൈഡ് സൊല്യൂഷൻ. അപ്പോൾ ഇത് ഞാനൊരു 4 ഡ്രോപ്പ്, 1, 2, 3, പിന്നെ നെക്കിൻ്റെ അവിടെ ഈ ഏരിയയും കൂടി ഒന്ന് കവർ ചെയ്യാനായിട്ട് ഡ്രോപ്പ് യൂസ് ചെയ്തിട്ട് പരട്ടും. ഇനി ഇത് പരട്ടി കഴിഞ്ഞ ശേഷം ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ അത് ആൻറ്റി ഏജിങ് ആണ് കേട്ടോ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇതില്ല, വേണ്ടാത്തവർ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം ഞാൻ എൻ്റെ മുകളിലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പ്രിഫർ ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി എനിക്ക് കുഴപ്പമില്ല, ചിലർക്ക് അത് പിടിക്കില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അതല്ലാതെ വേറെ എന്തെങ്കിലും എടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നിയാസിനമൈഡ്. ഓക്കെ, ഏതാണോ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയത് നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിച്ചേ പറ്റും അത് ഏതാണ്. ചിലർക്ക് നിയാസിനമൈഡ് ഓക്കെ ആയിരിക്കില്ല, ചിലർക്ക് വിറ്റാമിൻ സി ഓക്കെ ആയിരിക്കും. അപ്പോൾ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നവർ സൂക്ഷിച്ച് യൂസ് ചെയ്യുക. ആദ്യം അത് ട്രൈ ചെയ്യുക, പിന്നെ അത് ഓരോ ലെയറിങ്ങിൽ യൂസ് ചെയ്യും. ഞാൻ വിറ്റാമിൻ സിയും നമ്മുടെ ബയോ എസൻസിൻ്റെ തന്നെ വിറ്റാമിൻ സി ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ വിറ്റാമിൻ സി. ഇതാണ് എൻ്റെ വിറ്റാമിൻ സി. എല്ലാത്തിലും നമ്മൾ എപ്പോഴും എക്സ്പയർ എഴുതാൻ മറക്കരുത് കേട്ടോ. ഇത് ഷെൽഫ് ലൈഫ് എന്ന സംഭവം കാണിച്ചിട്ടുണ്ടാകും. ഈ പുറയിൽ കാണുന്ന ഒരു ബോട്ടിൽ പോലത്തെ സാധനം ഉണ്ടാവും, കണ്ടോ. ഇതാണ് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. കണ്ടാൽ മനസ്സിലാവും. അത് കാണുന്നു എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ കാണും പ്ലീസ്. ഫോക്കസ് ആവുന്നില്ല. അതാണ് ഷെൽഫ് ലൈഫ് കേട്ടോ. അതിൽ 12 months കഴിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചിലർ 3 months ആയിട്ടാണുള്ളത്. അപ്പം നമുക്ക് നോക്കിയിട്ട് വേണം. അത് കഴിഞ്ഞത് യൂസ് ചെയ്യാൻ നിൽക്കരുത്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാലിലോ കയ്യിലോ എവിടെയെങ്കിലുമൊക്കെ തേച്ചാൽ തീർക്കുക. അപ്പോൾ ഈ വിറ്റാമിൻ സി, ഞാൻ ഈ വിറ്റാമിൻ സി പക്ഷേ ഇത് ഭയങ്കര ഓയിലിയാണ് കേട്ടോ. അപ്പോൾ അധികമൊന്നും എടുക്കരുത്. ജസ്റ്റ് 2 drops 3 drops എടുത്തിട്ട് ഞാനൊന്ന് പാമ്പിലൊന്ന് പറ്റിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാമ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് ഇച്ചിരി ഓയിലി ബേസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി മോയ്സ്ചറൈസിങ് ഫീൽ ചെയ്ത് തരും. അപ്പോൾ എൻ്റെ സ്കിന്നിന്ന് ഗ്ലോ ചെയ്യും. ഓക്കെ, എനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് വേറെ ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പോൾ ഇത് ഗ്ലോ ചെയ്യുന്നതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യും. ഇതിൻ്റെ മുകളിൽ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. ഓക്കെ, പക്ഷേ ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ സ്റ്റെപ്പ് ഞാൻ മറന്നുപോയി. അതാണ് എൻ്റെ ഐ ക്രീം. ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിയോറിൻ്റെ ഐ ക്രീമാണ്.
നിങ്ങൾക്ക് ഇതല്ലാതെ ഓർഡിനറിയുടെ തന്നെ യു ഗെറ്റ് എൻ ഐ ക്രീം പെപ്റ്റൈഡ്, മൾട്ടിപെപ്റ്റൈഡ് ആണെന്ന് തോന്നുന്നു, പെപ്റ്റൈഡ് സിറമാണ് ഐ ക്രീം. അത് വളരെ നല്ലതാണ്. അത് കിട്ടും. ഇന്ത്യയിൽ അത് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു നൈക്ക അല്ലെങ്കിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ക്യാൻ ഗോ ആൻഡ് സീ. ഫ്ലിപ്കാർട്ടിലൊരു അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു ഓർഡിനറി പ്രൊഡക്ട്സ്. അപ്പോൾ ഗെറ്റ് ഇറ്റ് ഫ്രം ദർ, ദാറ്റ്സ് ബെറ്റർ. ഇതും ഞാൻ ഐ ക്രീം. അപ്പോൾ ഐ ക്രീം ഭയങ്കര മാമിക്കൽ. നമ്മൾ ഈ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് ഞാൻ ഈ സ്റ്റെപ്പിന് മുമ്പാണ് ഐ ക്രീം യൂസ് ചെയ്യുക. ഈവൻ ബിഫോർ കോപ്പർ പെപ്റ്റൈഡ് ഐ യൂസ് ഐ ക്രീം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയെല്ലാം ചെയ്യും. പക്ഷേ മെയിൻ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, കോപ്പർ പെപ്റ്റൈഡ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 15 minutes വെയിറ്റ് ചെയ്ത ശേഷമാണ് ഞാൻ വിറ്റാമിൻ സി എടുക്കും. കാരണം അത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. രണ്ടിൻ്റെ pH ലെവൽ നമ്മൾ ക്യാൻസൽ ഔട്ട് ആവും, ഒന്നും വർക്ക് ആകത്തില്ല. അപ്പം നമ്മൾ അത് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യും. ഇറ്റ്സ് ഫൈൻ. അതില്ലാത്തവർ നിയാസിനമൈഡ് യൂസ് ചെയ്യുന്നത്. നിയാസിനമൈഡ് വാട്ടർ ബേസ്ഡ് ആണ്. അപ്പോൾ ഈ കോപ്പർ പെപ്റ്റൈഡിന് മുമ്പ് നിയാസിനമൈഡ് ഇട്ടിട്ട് അതിനൊപ്പം തന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് 2 minutes വെയിറ്റ് ചെയ്യുമ്പോൾ അത് അബ്സോർവ് ആവും. കോപ്പർ പെപ്റ്റൈഡ് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം, ഡൺ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും വലിയൊരു സംഭവമുണ്ട്. അതെന്താണെന്നറിയോ? ഒരിക്കലും ഇതൊന്നും നിങ്ങൾ ഇട്ടില്ലെങ്കിലും വെറുതെ ഒരു മോയ്സ്ചറൈസറും കഴിഞ്ഞിട്ട് വേറെ സംഭവമുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ സൺസ്ക്രീനാണ്. ഇത് ഒരിക്കലും ഇടരുത്. ഞാൻ സൺസ്ക്രീനും മോയ്സ്ചറൈസറും മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 15 years ആയിട്ടുണ്ട്. അതില്ലാതെ ഞാൻ പുറത്തിറങ്ങാറില്ല. വീട്ടിലിരിക്കുമ്പോൾ പോലും രാവിലത്തെ എൻ്റെ മോർണിംഗ് റൂട്ടീൻ ഇതാണ്. ഒരു മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഞാൻ ഇട്ടിരിക്കും. അതെൻ്റെ കമ്പൽസറി റൂട്ടീനാണ് കേട്ടോ. ജിമ്മിൽ പോവാണ് എപ്പോഴാണെങ്കിൽ ഞാൻ ഇട്ടിരിക്കും. രാവിലെ എൻ്റെ ഒരു സൺസ്ക്രീനിൻ്റെ മുഖത്തുണ്ടാവണം, മോയ്സ്ചറൈസറിൻ്റെ മുഖത്തുണ്ടാവണം. ഓക്കെ, വാഷ്, അപ്പോൾ ക്ലെൻസ്, മോയ്സ്ചറൈസ്, സൺസ്ക്രീൻ അപ്ലൈ, സൺസ്ക്രീൻ. ഇത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, വിടരുത്. പണ്ടത്തെ എൻവയോൺമെൻ്റ് അല്ല നമ്മുടെ, മാറിക്കൊണ്ടിരിക്കുക. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നും പ്രൊട്ടക്ട് ചെയ്യണം. സൺസ്ക്രീൻ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ വിഷി സൺസ്ക്രീനാണ്. ഇതായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ നന്നായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എത്ര കൊല്ലങ്ങളായിട്ട് ഞാൻ റീപർച്ചേസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണെന്ന് അറിയാം. വിഷി സൺസ്ക്രീൻ. അത് വിഷി SPF 50 ആണ്. UVA പ്രൊട്ടക്ഷനുള്ള സൺസ്ക്രീനാണ് വിഷി. ഇത് മാറ്റ് ഫിനിഷാണ്. ഇത് ഓയിലി സ്കിന്നിന് വളരെ കുഴപ്പമില്ല. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? വെറും ഒരു മോയ്സ്ചറൈസർ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ഈ 2 ക്രീം ഒഴിക്കാതെ വേറെ ഒരു മോയ്സ്ചറൈസർ മാത്രം ഇടുവാണ്. ഞാനിപ്പോൾ ജിമ്മിൽ പോവാണ്, മോയ്സ്ചറൈസർ മാത്രം ചിലപ്പോൾ ഇത് മാത്രമേ എടുക്കുള്ളൂ. രാവിലെ വെറുതെ വീട്ടിലിരിക്കുവാണ് മാത്രം. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഇപ്പം എനിക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് പില്ലിങ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം നമ്മുടെ പുതിയ കൊറിയൻ സാധനമുണ്ടല്ലോ, അത് ട്രൈ ചെയ്തു. അത് നമ്മുടെ എസെൻട്രി എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് വളരെ കോമൺ ആണ്. ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഞാനും യൂസ് ചെയ്ത് തുടങ്ങി. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇതൊരു ഡ്രൈ ടച്ചാണ് തരാം. ഭയങ്കര ഡ്രൈ ആണ്, അതേ ലിക്വിഡി അല്ല. അതുകൊണ്ട് ഇത് വളരെയധികം ബെനിഫിഷ്യലാണ്. എനിക്കിഷ്ടമായി. എൻ്റെ സ്കിന്നിന് വളരെ സൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിത് കഴിഞ്ഞത് ഇതെല്ലാം ഞാൻ പറഞ്ഞാലും ഇതിലെല്ലാ പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഓരോ മാസത്തിൽ 2 പ്രൊഡക്റ്റ് മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ മാസത്തിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതിൻ്റെ ഫേസ് വാഷ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കോപ്പർ പെപ്റ്റൈഡ് യൂസ് ചെയ്തു. കോപ്പർ പെപ്റ്റൈഡും സൺസ്ക്രീൻ ഒരു മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നത് വിഷിയുടെ തന്നെയാണ്. ആ വിഷിയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ഞാൻ സൺസ്ക്രീൻ പറ്റി പോവുകയായിരുന്നു. പിന്നെ എൻ്റെ സ്കിൻ ഓക്കെയാണ്. എനിക്ക് പിമ്പിൾസ് ഒന്നും വന്നില്ല. പുതിയ ബ്രേക്ക്ഔട്ട്സ് നമുക്ക് മനസ്സിലാവുമല്ലോ. പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ റാഷസ് ഉണ്ടാവും. പെർജിങ് കോപ്പർ പെപ്റ്റൈഡ് ഉണ്ടാവാറില്ല. എനിക്ക് ഉണ്ടായിട്ടില്ല. 99% കേസസിലും കോപ്പർ പെർജിങ് ഉണ്ടാവത്തില്ല. കാരണം അത് അത്ര വലിയ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് അല്ല, നോർമലാണ്. അപ്പോൾ പക്ഷേ കോപ്പർ പെപ്റ്റൈഡിന് ബെനിഫിറ്റ് വേണമെങ്കിൽ ലോങ് റൺ ആപ്ലിക്കേഷനിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യണം. അപ്പോൾ ഞാനത് എല്ലാ ദിവസവും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഓക്കെ ആയി. അതൊരു 2 weeks കണ്ടിന്യൂ ചെയ്ത ശേഷമാണ് ഞാൻ വിറ്റാമിൻ സി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. അതിന് ഞാനൊരു 3 weeks വെയിറ്റ് ചെയ്തു. ഇതും അതിന് കോമ്പിനേഷൻസ് വേണ്ടി. ഐ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂസ്. അതും ഓക്കെ. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ സൺസ്ക്രീൻ മാറ്റിയത്. ഓക്കെ, ഐ സ്റ്റാർട്ട് ചെയ്യുന്നത് സൺസ്ക്രീൻ. ഞാൻ ഇതിൽ മുമ്പ് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഐ ക്രീമും. എൻ്റെ ഈ ഐ ക്രീം ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്ന ഐ ക്രീമും പിന്നെ നമ്മുടെ ഫേസ് വാഷ് ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്ന സംഭവമാണ് മറ്റേൻ്റെ കൂടെ. അതുകൊണ്ട് ഇതിൻ്റെ എനിക്ക് വേറെ ടെസ്റ്റിങ് ഞാൻ മാറ്റി വെച്ചില്ല. ഇത് ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 2 weeks വരെ വെയിറ്റ് ചെയ്യണം അതിൻ്റെ. അപ്പോൾ ഓരോ 2 weeks ഞാൻ അപ്പം നമുക്ക് ഓൾമോസ്റ്റ് പോയി അത് ഒരു 3 മാസം എടുക്കും നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവത്തില്ല ഏതാണ് നമ്മുടെ സ്കിൻ ഇറിറ്റേറ്റ് ചെയ്തത്. അതുകൊണ്ട് ബി കെയർഫുൾ. ഏത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ്. അത് ഓർത്തോളൂ. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പം അത്രയേ ഉള്ളൂ. ഇതെൻ്റെ സ്കിൻ കെയർ റൂട്ടീനാണ്. ഇനി ഞാൻ ഇതിലും കൂടുതലൊരു കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ.